സ്വാഗതം. നമ്മുടെ ലിജി കൊച്ചത്തെ അമ്മേനെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഞാനും ലിജി മോളും ഇന്ന് ഈസ്റ്റർ ആണ്. അപ്പൊ എല്ലാവർക്കും ഹായ്, ഹാപ്പി ഈസ്റ്റർ. അപ്പൊ അതെ ലിജിമോൾ വിളിക്കണ്ട. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ വക എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പൊ ഞാനും ലിജിമോളും രാജക്കാട് മതി സമയമില്ല എന്നിട്ട് കഴിച്ചോളാം. അപ്പൊ ഞങ്ങള് പോയിട്ട് വരട്ടെ കേട്ടോ. ഞങ്ങള് രാജക്കാട് വരെ പോവാണ്. നിങ്ങൾ ഇറങ്ങണേ. വേം വാ. എവിടെ വാ. ഒന്ന് പച്ച ഇട്ടേക്കുന്നോണ്ട് അകലെ നോക്കി കാണത്തില്ല ആള് നിക്കുന്നതായിട്ട്. വാ. എന്താന്നറിയോ, വേഗം ഓടി പോട്ടോ. അതെ, വേഗം ഓടി പോവാ. ഞാൻ പൊട്ട് തൊട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. എനിക്ക് പൊട്ട് വിടുന്ന ഇഷ്ടമല്ല, എങ്കിൽ ഞാൻ തൊട്ടു. ഞാൻ പിന്നെ എപ്പോഴും പൊട്ട് തൊടാറുണ്ട്. അതെ, എനിക്ക് പക്ഷേ ഇഷ്ടമല്ല. പക്ഷെ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ മാങ്ങാത്തോട്ട് സിറ്റി വന്ന് നിൽക്കാട്ടോ. വണ്ടി ഉണ്ടോയെന്ന് അറിയില്ല. ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് അവധിയാണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞാനും ലിതിമോളും ഞങ്ങൾ പുറകിത്തെ സീറ്റിലാട്ടോ ഇരുന്നത്. അപ്പം ഞങ്ങളുടെ തൊട്ടപ്പുറം വിൻഡോ സീറ്റിൽ വേറൊരു ചേട്ടനും ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബസ്സിൻ്റെ അകത്ത് നല്ലൊരു പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് കേട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ രാജക്കാട് എത്താറായി. രാജക്കാട് ചെന്നിറങ്ങി കേട്ടോ. സമയം ഏകദേശം 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാജക്കാട് വന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഇത്രയും ചായ കുടിക്കാനായിട്ട് പോകാട്ടോ. രക്ഷയില്ല. എന്താ പ്രശ്നം? വൊമിറ്റ് ചെയ്യാൻ വരുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ട് പോവാട്ടോ അക്ഷയയിലേക്ക്. തങ്കുന്തി പോരുന്നില്ലെന്ന് പറഞ്ഞാൽ 2 വിത്തൗട്ടാണേ. കൊച്ചിന് തന്നെ വേണ്ടേ? ഇത് അമ്മച്ചിയുടെ ചേച്ചിയും അമ്മച്ചിയുടെ ചേച്ചിയുടെ മോൻ്റെ മൂത്ത മകനുമാണ്. അവർ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വരുമ്പോഴത്തേക്കും അങ്ങനെ അവർ വന്നതാണ്. അന്നക്കുട്ടിയമ്മയും കൊച്ചും വന്നിട്ടുണ്ട് കേട്ടോ. അവരപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചിരിക്കുക. നമുക്ക് ചായ കുടിച്ചിട്ട് വേഗം ഇറച്ചിക്കടയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് കടകളൊന്നും തുറന്നില്ല. അയ്യോ, എനിക്ക് മറ്റേ ഇതും മേടിക്കണേ. ഇവിടെ നിന്ന് ചോദിക്കാം. എവിടെ ചോദിച്ചു പോകാം. ബാർലി. അപ്പോൾ നമ്മൾ നെല്ലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓട് ബാലു ഓട്, വേഗം ഓട് ഓട്. അപ്പോൾ അവർ കഴിച്ച് ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെല്ലണേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്കല്ല, രാജകുമാരിക്ക് പോട്ടോ. ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോയി അല്ലേ? അത് നേരെ നീ അവരുടെ കൂടെ പോകാൻ ഞാൻ മേടിച്ചോണ്ടങ്ങ് വരാമെന്നുണ്ടേ. അപ്പോൾ ഞങ്ങളിതേ രാജകുമാരിക്ക് പോവാട്ടോ. കാരണം ഇവിടെ ഞങ്ങൾ അന്വേഷിച്ച് വന്ന എല്ലില്ല. നമ്മൾക്ക് എല്ലും കപ്പില്ലാതെ എന്ത് ഈസ്റ്റർ. ഞാനല്ലട്ടെ, എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ ബീഫ് കറി വെച്ചിട്ടുണ്ട്, എന്നാലും എല്ലും കപ്പ വേണം. അതാണ് സ്റ്റൈൽ. അല്ല, എനിക്ക് ഇപ്പോൾ ബീഫിനോട് അത്ര താല്പര്യമില്ല കേട്ടോ, എല്ലും കപ്പയോട്. പക്ഷേ ലിതിമോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചാച്ചിയമ്മയ്ക്കും ഇവർക്കൊക്കെ എല്ലും കപ്പയോട് ഭയങ്കര താല്പര്യം. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ബീഫ് മേടിച്ചത് ഉണ്ടായിരുന്നു. അത് പോരല്ലോ, ഇത്രയും പേരില്ലേ. അത് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ഞങ്ങൾ അച്ചൂസിൽ വന്ന് കയറി കേട്ടോ. അന്നക്കുട്ടിയമ്മയും കൊച്ചിൻ്റെ പുറകെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ രാജകുമാരിൽ എത്താൻ പോകുകയാണ്. അപ്പോൾ നമ്മൾ രാജക്കാട് എല്ല് മേടിക്കാൻ പോയിട്ട് എല്ല് ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ രാജകുമാരിക്ക് പോയിരുന്നത്. അമ്മ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജക്കാട് നിന്ന് മേടിക്കേണ്ട, രാജകുമാരി പോയി വാങ്ങിയാൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാട്ടോ. അപ്പോൾ ഇറങ്ങിയാൽ മതി അവിടെ. ഞങ്ങൾ വന്നേക്കാതെ ഇറങ്ങുവാണോ? ആ
അന്നക്കുട്ടിയമ്മയും ഉണ്ണിക്കുട്ടനെ മാങ്ങത്തൊട്ടി ചെന്ന് ഇറങ്ങിക്കോളും. ഞങ്ങൾ എന്തായാലും സാധനമൊക്കെ മേടിച്ചിട്ട് ഇനി അവിടെ ഉണ്ടാവുമെന്ന് ഒരു ഐഡിയ ഇല്ല. എങ്കിലും നമ്മൾ പോയി നോക്കാം. എല്ലില്ലെങ്കിൽ ഇനി നമുക്ക് ഇറച്ചിയാണെങ്കിലും മേടിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ അവിടേക്ക് ഇറങ്ങുന്നത്. ലിതിമോൾക്കാണെങ്കിൽ ആകെ ഛർദ്ദിക്കാനായിട്ടൊക്കെ വന്ന് ആകെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ മേളിലേക്ക് ബീഫ് മേടിക്കാനായിട്ട് എല്ല് മേടിക്കാനായിട്ട് കയറി പോകാം. ചൗരി മേടിച്ചിട്ടുള്ള ബാർലി നമ്മൾ രാജുമാർ വന്നിട്ടാണ് നമുക്ക് ഇറച്ചി കിട്ടിയത് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിതിമോൾ അവിടെ നിന്ന് നാരങ്ങ കുടിക്കും. അപ്പം ഞാൻ വേഗം പോട്ടേട്ടോ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെ എല്ലാം നോക്കി വരുന്നുണ്ട് കേട്ടോ. അവിടെ നിൽക്കുമെന്ന് തോന്നുന്നു. വെട്ടിയെടുക്കണ്ടേ? മേടിച്ചാലോ? 25 രൂപ മേടിച്ചാലോ? മാങ്ങ നിൽപ്പുണ്ടെന്നല്ല, മാങ്ങ കൊണ്ട് വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം കേട്ടോ. ഇപ്പോൾ രാജകുമാരി സിറ്റിയിലൊക്കെ അല്ല മേടിച്ചാൽ എന്നറിയോ എങ്ങനത്തെ കൊള്ളുമെന്ന് അറിയില്ലല്ലോ. അവിടെ കൂടി വെച്ചിട്ടുണ്ട്. സാമ്പിൾ തരുമോ? സാമ്പിൾ തരുമോ? എന്നെ വില 100 രൂപ. ചേട്ടനല്ലേ ഇന്നാളെ ഓറഞ്ച് കൊണ്ട് തന്നെ കൊള്ളാം. 1 കിലോ ആ 1 കിലോ എടുത്ത് 2-3 വാങ്ങാൻ 1 കിലോ ആവും. 2 വേണ്ട, 1 മതി. എന്നാ വില കിലോ? വേണ്ട വേണ്ട. അപ്പോൾ ഞങ്ങൾ ആദ്യം 2 ദിവസമായിട്ട് മാങ്ങ വേണം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്നലെ മാങ്ങ മേടിക്കാൻ പോയിട്ട് ഒട്ടും കൊള്ളില്ലായിരുന്നു. അങ്ങനെ ഇന്ന് മാങ്ങ മേടിക്കും. അവന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. രാവിലെ ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ, എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ട്രാവൽ ചെയ്തതിൻ്റെ രാവിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതെനിക്കും ഉണ്ട്. അതെന്നാ അറിയാം, നമ്മൾ ഈ ടൈമിൽ ട്രാവൽ ചെയ്യില്ല. എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഭയങ്കര ക്ഷീണം. ഞാനൊരു ഉപ്പ് സോഡ കയറി കുടിച്ചു കേട്ടോ. അപ്പോൾ ഇത്തിരി ക്ഷീണം മാറി. BP കൂടോ കുറയോ എന്തോ ചെയ്താണോന്നൊരു സംശയം. അല്ല, അത് ഈ രാവിലെ ട്രാവൽ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് തണുപ്പത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് രാവിലെ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ക്ലൈമറ്റ് അല്ല. ഭയങ്കര ക്ഷീണം. അതുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ അത് ശീലമായിട്ടുള്ളവരായിരിക്കും. കാര്യം ഞാൻ രാവിലെയൊക്കെ ട്രാവൽ കഴിഞ്ഞാണെങ്കിൽ ഇവിടെ വന്നിട്ടേ അങ്ങനെ പോണില്ലല്ലോ. അതുകൊണ്ട് അതൊരു ക്ഷീണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴേ ഞങ്ങൾ അന്നക്കുട്ടിയമ്മനെ അവരൊക്കെ മേടിച്ചു. അതെ, ഈ കപ്പ മേടിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി എരിവ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു സമാധാനം കിട്ടുമെന്നൊരു ആശ ഇത് തോന്നിയിട്ട് മേടിച്ചാൽ ഉണക്കപ്പ ഫ്രൈ ചെയ്തത്. അല്ല, കൊതി തന്നിട്ട് മേടിച്ചല്ല. അല്ല, കൊതി തോന്നിയിട്ടല്ല. ഞാനപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേ കൊതി വേറെ കൊതിയുണ്ട്. ഉണക്കപ്പൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൊതി വരുമല്ലോ. അതില്ലാതില്ല. ബസ്സുണ്ടോ എന്തോ, അല്ലെ ഓട്ടോ കിട്ടിയാലും മതിയായിരുന്നു. ബസ്സില്ലെങ്കിൽ നമുക്ക് ഓട്ടോയ്ക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ മൂക്കുത്തി കുത്തിയിട്ടുണ്ടല്ലോ. ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ചൊരു മൂക്ക് കുത്തി കൊടുത്തു. അതടിയാ, കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. അതൊക്കെ 8 മണിക്ക് പോയിട്ട് 10 മണിയായി വീട്ടിൽ വരുമ്പോൾ. അതെ, മടുത്തോന്ന് ചോദിച്ചാൽ മടുത്തില്ലേന്ന് ചോദിച്ചാൽ മടുത്തില്ല അല്ലേ? എന്നാലും ഇല്ലല്ലോ, പണിയെടുക്കണമല്ലോ. അതെ, മടുത്താ? മടുത്തോന്ന് ചോദിച്ചാൽ മടുത്തു. ഹാപ്പി ഈസ്റ്റർ. ഞങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് ഇന്നലെ വന്നോളൂ. അവനെന്തി? ഹലോ, ഒരു കൂട്ടുകാരനെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചേട്ടനെ. കൂട്ടുകൂടിയോ? എടാ നീ ഇങ്ങനെയാണോടാ? നീ മിണ്ട ചെന്ന് എന്നാ ചേട്ടാ എത്ര രൂപ പഠിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കണം. ഉണ്ണിക്കുട്ടൻ നിങ്ങൾ കൂട്ടുകൂടിയില്ലേടാ? കൂട്ടുകൂടിയില്ലേ? എന്താ മേടിച്ചേ? അത് നിൽക്ക, ഞാൻ എടുത്തു തരാം. എനിക്ക് മാങ്ങാപ്പഴം. നല്ല പറഞ്ഞില്ലേ മാങ്ങാപ്പഴം? ചെത്തിക്കൊടുമ്പോ മാങ്ങാപ്പഴം മേടിച്ചില്ല.
കഴിക്കുക അമ്മ. എന്തിനാ എന്നെ കുട്ടിയമ്മ ഇത് മേടിച്ചത്? ഇതൊക്കെ ഒന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞല്ലേ? എടാ അത് രണ്ടരം ചെത്തമ്മ സാമ്പിൾ നോക്കിട്ടാ മേടിച്ച. കഴിക്കേ കഴിക്കുന്നില്ലേ? ഇന്നിക്കുട്ട കഴിക്കടാ. അപ്പൊ ഇത് എല്ലാരും കൂടെ കൂടിയിട്ട് ഇത് അമ്മച്ചി കപ്പ തൊണ്ട് വിളിക്കുന്നു. ചാച്ചിയമ്മ, അണ്ണക്കുട്ടിയമ്മ, ഉണ്ണിക്കുട്ടൻ, ആദി, പിന്നെ വേറെ ഒരുത്തൻ അവിടെ കിടക്കും കേട്ടോ. ഇന്നലെ പശു ഓടിച്ചേ. ഇന്നലെ പശു ഓടിച്ച് കാലൊക്കെ മുറിച്ചുകൊണ്ട് വന്നിരിക്കും. വേറെ ഒന്നുമല്ല, പശു. പശു ഓടിച്ചെന്നാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് കപ്പയൊക്കെ പൊളിച്ച് അടിപൊളിയാക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ വേഗം പണികളൊക്കെ തുടങ്ങും. അത് അതിനാണ് ആദ്യം ഇവിടെ വന്നിരിക്കുന്നേ. അങ്ങനത്തെ മാവൊന്ന് ഒടിഞ്ഞു ചാടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാങ്ങ പറിക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥനോടൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ശിഖരം ഒടിഞ്ഞു ചാടിയത്. അങ്ങനെ ഒടിഞ്ഞു ചാടിയപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പറക്കി വെക്കുകയാണ് വീട്ടിൽ ലിതിമോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും വീട്ടിലേക്ക് കുറച്ച് ആവശ്യത്തിന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ലിതിമോളെ ഞാൻ വിളിച്ചു കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മൾ ഇന്ന് ശശിയേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശശിയേട്ടൻ ഇത് ശശിയേട്ടൻ്റെ ഓർത്തിട്ടാണ് നമ്മൾ ചോദിച്ചത് മാങ്ങ പറിച്ചോട്ടേന്ന്. പക്ഷേ പറഞ്ഞു ശശിയേട്ടൻ്റെ അല്ല, ഇത് വേറെ ആളുടെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവരോടും ചോദിക്കാൻ വേണ്ടി ഇരുന്നത് കൃത്യസമയത്ത് മാങ്ങ ഇത് ഒടിഞ്ഞാടി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് മാങ്ങ വീണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നമ്മൾ ചോദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കമ്പിൽ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ വെയിറ്റ് താങ്ങാതെ ചിലപ്പോൾ ഒടിഞ്ഞ് വീണതായിരിക്കാം. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കിടക്കുന്ന ചേച്ചി നല്ല മാങ്ങ. അപ്പോൾ ഓക്കെ കൊണ്ടുപോകും ഇതുപോലെ തന്നെ. അതെ, മാങ്ങ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മാവിലെ മാങ്ങയാണേ. ആറാട്ട് മാങ്ങയുടെ ചേച്ചി വേണേനേ രണ്ടെണ്ണത്തിലിട്. നീക്ക് തയ്ക്കാൻ കൊടുത്തില്ലല്ലോ. ആ ചേച്ചി വന്നില്ലെന്നാ, ചേച്ചിനെ വിളിച്ചിട്ട് എടുത്തില്ല. ആണോ? ഇല്ലെന്ന് ഞാൻ ചോദിച്ചതാ. എൻ്റെ ദൈവമേ, ഇന്ന് അരൂരുകാര് മാങ്ങ അച്ചാറിട്ട് തകർക്കും. ഇത് മുഴുവനും എങ്ങനെ കൊണ്ടുപോവാ? മാക്സിമം കൊണ്ടുപോക്കോ. 2-3 കവർ കൊണ്ടുപോകും. നമുക്കേ ഉപ്പിലിട്ട് വെക്കാം ഇവിടെ. കുറച്ച് വീട് എടുക്കും. ഞാൻ ഇച്ചിരി അധികം കൊണ്ടുപോകും. അല്ല, അവരെ ചാച്ചിയമ്മയ്ക്ക് കൊടുത്തിട്ടാ മതി അച്ചാറിട്ട്. വേണ്ട, ഒന്നാമത് ഷുഗർ അല്ല പ്രഷർ. അല്ല, ഞാൻ കൊണ്ടാകാൻ വേണ്ടി അവിടെ മാങ്ങാച്ചാറ് ഇടണ ഒരാളുണ്ട്. അയാളുടെ കൊടുത്ത് മാങ്ങാച്ചാറ് ഇച്ചിരി എണ്ണയൊക്കെ മേടിച്ച് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അത് ഈ പിടിച്ച ആ ബക്കറ്റ് എനിക്കാന്ന്. അപ്പോൾ അതെ, മാങ്ങ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മാവിലെ മാങ്ങയാണേ. ആറാട്ട് മാങ്ങയുടെ ചേച്ചി വേണേനേ രണ്ടെണ്ണത്തിലിട്. നീക്ക് തയ്ക്കാൻ കൊടുത്തില്ലല്ലോ. ആ ചേച്ചി വന്നില്ലെന്നാ, ചേച്ചിനെ വിളിച്ചിട്ട് എടുത്തില്ല. ആണോ? ഇല്ലെന്ന് ഞാൻ ചോദിച്ചതാ. എൻ്റെ ദൈവമേ, ഇന്ന് അരൂരുകാര് മാങ്ങ അച്ചാറിട്ട് തകർക്കും. ഇത് മുഴുവനും എങ്ങനെ കൊണ്ടുപോവാ? മാക്സിമം കൊണ്ടുപോക്കോ. 2-3 കവർ കൊണ്ടുപോകും. നമുക്കേ ഉപ്പിലിട്ട് വെക്കാം ഇവിടെ. കുറച്ച് വീട് എടുക്കും. ഞാൻ ഇച്ചിരി അധികം കൊണ്ടുപോകും. അല്ല, അവരെ ചാച്ചിയമ്മയ്ക്ക് കൊടുത്തിട്ടാ മതി അച്ചാറിട്ട്. വേണ്ട, ഒന്നാമത് ഷുഗർ അല്ല പ്രഷർ. അല്ല, ഞാൻ കൊണ്ടാകാൻ വേണ്ടി അവിടെ മാങ്ങാച്ചാറ് ഇടണ ഒരാളുണ്ട്. അയാളുടെ കൊടുത്ത് മാങ്ങാച്ചാറ് ഇച്ചിരി എണ്ണയൊക്കെ മേടിച്ച് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അത് ഈ പിടിച്ച ആ ബക്കറ്റ് എനിക്കാന്ന്. പിടിക്കുമോ? അങ്ങനെ അങ്ങനെ നമ്മുടെ സുജു വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ തയ്ക്കാൻ കൊടുത്ത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നാളെ നമുക്ക് കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കും അല്ലേ? യെസ്, ഞങ്ങളുടെ കുട്ടിയുടെ കല്യാണമാണ്. അപ്പം ചേട്ടായി താഴെ ഉണ്ട് കേട്ടോ. ചേട്ടയുടെ വണ്ടിയിലാണ് ആരോ കയറിയിരിക്കുന്നത്. അതെ, ഇത് അറിയുന്നതായിട്ടില്ലായിരിക്കും. എന്നാൽ പോവാം. താഴെ കൊണ്ട് വിട്ടിട്ട് എനിക്ക് തിരിച്ച് കയറി വന്നിട്ട് ചുരിദാർ തയ്ക്കാൻ കൊടുക്കാണ്ട്. ഓക്കെ ഓക്കെ.
ഹസ്ബൻഡ്. എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ക്രിസ്റ്റി നമുക്കിത് ആത്തക്ക കൊണ്ട് തന്നിട്ടുണ്ടേ, നന്നായിട്ട് പഴുത്ത്. ബാടാ ഉണ്ണിക്കുട്ടാ, എല്ലാവർക്കും കൊടുക്കടാ. അത് അവനോട് നീ കഴിച്ചോ? എല്ലാവർക്കും കൊടുക്കുക, അമ്മയ്ക്കൊക്കെ. എന്നാ ഇത് പകുതി അങ്ങ് എടുത്തോ അമ്മ, അപ്പം പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാം. ഇച്ചിരി എടുത്തു, കഴിച്ചാൽ നല്ലതാ. നമ്മുടെ തമിഴ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല നേരത്തെ. അങ്ങനെ നമ്മുടെ എല്ലും കപ്പ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നലെ ലൈവ് വന്നപ്പോ, ഇന്നലെ അല്ല ഇന്നാണ് ലൈവ് വന്നത്. ഇന്നലെ എന്നാ പറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് നാളെ ആയിരിക്കും. അതുകൊണ്ടോ അതെ കഴിച്ചോണ്ടിരിക്കട്ടോ. ക്രിസ്റ്റി, ആദി, ഉണ്ണിയും, ചാച്ചിയമ്മയും, അന്നക്കുട്ടിയമ്മയും, ഏലുക്കുട്ടിയമ്മയും, ദിദിയമ്മയും, ഞാനും എല്ലാവരും അവിടെ കൂട്ടിയിട്ട് ഈസ്റ്ററിന് വൈകുന്നേരം. അതെ, ഞാൻ അമ്മയല്ലല്ലോ അവിടെ, ഞാൻ എങ്ക് ഏതിലൊക്കെ ഇടാ. അതിന്റെ അടിയിൽ ഒരെണ്ണമുണ്ട്, അറിയില്ല. അമ്മമാർക്കൂട് മൊത്തം കഴിക്കണോ കേട്ടോ. എല്ലാവരും ഇപ്പൊ കഴിക്കട്ടെ, കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയാണ് കേട്ടോ. അതിന് നമ്മള് എന്താ പറയാ, രാവിലെ എണീറ്റിരിക്കുകയാണ്. ഇന്നലത്തെ ഈസ്റ്ററും പരിപാടിയൊക്കെ ആയിട്ട് ഒന്നും എൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നൊരു കല്യാണമുണ്ട്. ഉണ്ണിക്കുട്ടനൊക്കെ ഒരു കല്യാണം. അതെ, ഗുഡ് മോർണിംഗ്. അമ്മച്ചിക്ക് ഒരു കല്യാണം, ലിതിമോക്ക് ഞങ്ങൾക്ക് ഒരു കല്യാണം. ചാച്ചമ്മ ഇവരുടെ ആരുടെ കൂടെ ചാച്ചമ്മേനെ വരുന്ന ഞങ്ങളുടെ കൂടെ പോരുന്നില്ലേ? കല്യാണം കൂട്ടിട്ട് വരാം. ചാച്ചമ്മ ഇവിടെ ഇരിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം പോയിട്ട് വരട്ടെ. അപ്പോൾ കല്യാണത്തിന് വിശേഷമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു സർപ്രൈസ് വിസിറ്റൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഒരാളെ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇത് ആദ്യം എത്തിയിട്ടുണ്ട്. മുഴുവനും എൻ്റെ ഡ്രസ്സാട്ടോ പറക്കിയിട്ടുണ്ട് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും അന്നക്കുട്ടിയമ്മ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. പറയാൻ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യണ്ടേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ എന്താണ് അവരോട് ചെയ്യണമല്ലോ ആദ്യം? വെരി ഗുഡ്, കമന്റ് ചെയ്യണം, ബെൽ ബട്ടൺ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.